അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ കളറിലായിട്ടുള്ള ഒരു ഓഷ്യൻ തീമാണ് കേട്ടോ. അപ്പോൾ ഈ മോൾഡിൻ്റെ സൈസ് വരുന്നത് 8x10 ഇഞ്ചാണ് കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 3 ഇഞ്ച് വരെയുള്ള തിക്നെസ്സിൽ നമുക്ക് ഫ്രെയിം വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബ്ലൂ ആണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ലൈറ്റും കൂടെ ആയിട്ടുള്ള ബ്ലൂവും കൂടെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ബേബി കീപ്സേക്ക് ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മളതൊരു മെമ്മറി കീപ്സേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. ഒരു അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മകൾ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് കുറച്ചും കൂടെ സ്പെഷ്യലാണല്ലോ. അപ്പോൾ നമ്മൾ അത്ര നല്ല ഭംഗിയിൽ തന്നെ വേവ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഫോട്ടോയും പിന്നെ ഒരു തോട്ടും കൂടെ മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഈ സ്പെക്സ് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമ്മൾ റെസിൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്രയും തിക്നെസ്സിലാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിലാണ് ഫോട്ടോ കൊടുക്കണത് കേട്ടോ. ഫോട്ടോയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് അങ്ങോട്ട് ഫിനിഷ് ആവും. അപ്പോൾ ഇത് നമ്മൾ ഡിമോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെസിൻ ബ്ലോക്കുകൾ ഇതിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈഡ്സിൽ കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വെച്ചേക്കണ ഐറ്റംസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ മോൾഡുകൾ ചൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ മെമ്മറി കീപ്സേക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായിരുന്ന നമ്മൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റിലാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയാനായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ മെമ്മറി കീപ്സൊക്കെ ചെയ്യുന്നത് ഇതേപോലെ ഓഷ്യൻ തീം മാത്രമല്ലാതെ നമുക്ക് ഫ്ലോറലായിട്ടും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.